ഈ പച്ചക്കറിയൊക്കെ നമുക്ക് നേരെ കമ്പീമ്പിൽ കോർത്തിട്ട് സ്റ്റൗവിൽ നേരെ ഗ്രില്ല് ചെയ്ത് ഇല്ല ബേൺ ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ കുത്തി ഇറക്കി അത് താത്തി കൊടുക്കണം. ഒരു കമ്പി കൂടി കോർത്തെടുക്കാണ്ട്. നമ്മുടെ അറിഞ്ഞോ അപ്പോൾ നമ്മൾ ബ്രിഞ്ചാളുണ്ട്, തക്കാളി ഉണ്ട്, മുളകുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. പിടിച്ചോ, ഒരെണ്ണം പിടിച്ചോ. എങ്ങനെന്നുണ്ടെങ്കിലും നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നല്ല അടിപൊളി ഒരു മട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനം നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് നമ്മളോട് ചോദിക്കരുത്, കാരണം നമുക്കറിയില്ല. ഈ സാധനം ഒക്കെപ്പാടൊന്ന് ഗ്യാസുമ്പിൽ വെച്ചൊന്ന് ചൂടും, എല്ലാം ഒന്ന് ഇതാക്കിയെടുക്കും, കുക്കാക്കി എടുക്കും. എന്നിട്ട് ഈ സാധനം നേരെ മാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം സെറ്റായി പെനയ്ക്കും. അത്രയുള്ള പരിപാടി, അതാണ് പരിപാടി. അപ്പോൾ ഇതിന് എന്താ പേര്, നാള്, ഊരെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, തോന്നി. അതെ, തിന്നാൻ പറ്റിയത് തിന്നാം, വേറെ ഒന്നും പറയാല്ല. അപ്പോൾ പോരെ, എന്നാൽ ബീച്ച് അധികം ദിവസമാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് മോസ്ഫെറ്റ്. ഇതിലെ ഗെയിംസിലൊക്കെ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർ ഇതിൽ ഗെയിംസ് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഗെയിംസ് ഉണ്ട്. അതിൽ കുറച്ച് നല്ലതെന്ന് തോന്നിയ ഗെയിംസാണ് ഏവിയേറ്റർ, ആൻഡർ ബാഹർ, ക്രാഷ് എക്സ്, ജെറ്റ് എക്സ് തുടങ്ങിയവ. ഇത് മാത്രമല്ല ലൈവ് കസീനോ വെച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിൽ വിഡ്രോയും അധികം സീനുള്ള പരിപാടിയൊന്നുമല്ല, അവർ കമ്മീഷൻസ് ഒന്നും പിടിക്കണില്ല എന്നാണ്. പിന്നെ അതേപോലെ തന്നെ അവർ 24/7 പ്രവർത്തിക്കുന്ന ഒരു കസ്റ്റമർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോ കോഡ് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡെപ്പോസിറ്റിൻ്റെ 150% വരെ നിങ്ങൾക്ക് ബോണസും പിന്നെ ഫ്രീ സ്പിൻസും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗെയിമിംഗ് ആപ്പാണ്, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. അവരുടെ പ്രൈവസിയും പോളിസിയൊക്കെ നേരെ വായിച്ചു നോക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. തിരിച്ചെടുക്കാൻ വയ്ക്കുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുക. അപ്പോൾ അങ്ങനെ മാറിക്കോ. പിന്നെ ഈ രണ്ട് സാധനം നേരെ കോർത്തെടുത്തത് ചൂടാൻ പോവാണ്. ഒന്ന് ഫുള്ളായിട്ട് തീർന്നു, രണ്ടിൻ്റെ പകുതിയായി. ഈ രണ്ടെണ്ണം മാറ്റിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓ അയ്യോ, പിന്നെ ഇതിൻ്റെ തൊലി കളയാം. ഇങ്ങനെ പീൽ ചെയ്തിട്ട് കളി. മട്ടനൊക്കെ സെറ്റാക്കിയത് കേട്ടോ.
ഉപ്പ് മഞ്ഞൾപ്പൊടി ഒപ്പം കുറച്ച് മട്ടൻ മസാല ഒരു ലക്ഷം വെള്ളം കത്തിക്കാം. അപ്പം ഈ സാധനം ഇനി നേരെ ഇവിടെ കടന്ന് വേവണം. കടന്നോട്ടെ. അപ്പോൾ അതാ പോണു ഉരുളി. ഒരു ലക്ഷം ഓയിലിട്ടില്ലേ. കേട്ടോ നമ്മൾ ചുട്ടച്ച സാധനങ്ങൾ ഇതാ പോണു. ഇതൊക്കെ ഇനി ഇത് കുത്തി ഉടക്കാം. നിങ്ങളുടെ ബാണി കേട്ടോ ഉപ്പ് മുളക് പൊടി മട്ടൻ മസാല ലക്ഷം മീറ്റ് മസാല എല്ലാം പാടതാ ഇതിൽ ഇങ്ങനെ പോട്ടെ. കേട്ടോ വെന്ത മുട്ട അയ്യോ തട്ടിട്ടെ ഇതായിക്കോ. സാധനമായിക്കോ കുളമ്പ എന്നാ പിടിച്ചോ. കുബൂസ് കേട്ടോ നടുവിൽ ഓരാ നോക്കല്ലേ. കുബൂസ് മനസ്സില്ല നോക്കണ്ടേ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. മട്ട കേട്ടോ വേവലും എന്തിണ്ണു വല്ലാണ്ട് കുറച്ച് വെന്ത് ഉടഞ്ഞു പോയി. ഇതിൽ വേറെ ഒരു മസാല കേട്ടോ മസാല കമ്മിയാ. മസാല വളരെ കമ്മിയിൽ നമ്മുടെ മറ്റേ എന്താ അതിൻ്റെ പേര് വഴുതനങ്ങയും അതേമാതിരി തക്കാളി ചുട്ട് ക്യാപ്സിക്കം ഉടച്ചത് അതിനിടയിൽ എവിടെയൊക്കെ ഉണ്ട് ലയിച്ച് ചേർന്ന് തോന്നുന്നു. വേവലുണ്ടല്ലോ വല്ലാണ്ട് താ സാധനം താ അങ്ങനെ കുറച്ച് കൂടുതലുണ്ട്. അതെ വെന്തുടഞ്ഞു സാധനം. വാണിച്ചിട്ട് വേവിച്ചാണെന്ന് തോന്നും പക്ഷെ അല്ല കയ്യിൽ നിന്ന് പോയതാണ്. പക്ഷേ ഇളം മട്ടനായിട്ട് സാധനം കണ്ടില്ല. അതെ ഒരു അര വിസിലധികമായി. അത് മസാല കുറച്ച് കമ്മില്ല. എന്തറിയോ ടേസ്റ്റാണ് വേറെ ടേസ്റ്റാണ്. കൂടുതലും മസാലയും ഉള്ളി പോലും ഇട്ടില്ല. അങ്ങനെ കാണാം ഒരു പുതിയ മോഡൽ. അതെ ഈ പരീക്ഷണം അത്രേ ഉള്ളൂ. പിന്നെന്താ അറിയോ വന്നപ്പോൾ മസാല ഇടണമെന്നുള്ള ഓർമ്മക്കോട് പോയി. അല്ല ഇതിലിട്ടിട്ട് പിന്നെ അങ്ങനെ അടക്കുമ്പോൾ ഇത് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് പൊടിഞ്ഞ ഇടിയർച്ച മാതിരി തിന്നേണ്ടി വരും. പക്ഷേ സീനല്ല ഇടയ്ക്ക് വഴുതനങ്ങ കിട്ടും കേട്ടോ. വഴുതന കാര്യമായിട്ട് പറയാനൊന്നുമില്ല കുഴപ്പമില്ല. പോന്നോ നിങ്ങൾ പോന്നോ പോന്നോ കൂടി വേണ്ടേ എല്ലും കറുമ്പുറ കഴിഞ്ഞാൽ എല്ല് കുഴപ്പമൊന്നും ഒരു ലെവലിൽ അങ്ങനെ സാധനം അങ്ങനെ പോവും. വല്ല സീനില്ല. പക്ഷെ അതോളെ ഇതൊന്നും വിഷയമില്ല. നിങ്ങൾ തൊഴിൽ ഒന്നും പറയില്ലായിരുന്നില്ലേ. ഓനോട് ഫോട്ടോ എടുക്കാനും കഷ്ണം കാണിച്ചു കൊടുക്കാനും ഇതൊക്കെ വിഷയ ഞാൻ നിർത്താം. ഒരു ചുള കയറി കേട്ടോ. അപ്പോൾ ഇതൊന്നും പറയാനൊന്നുമില്ല. ഒരു ചുള കയറി ഒരു പീസിൽ കയറി അതാ പൊടിഞ്ഞത്. അതെ അല്ലെങ്കിൽ മട്ടൻ്റെ പീസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഒരു അര കയറി കയറി എത്ര പീസിൽ ഊതി അത് നോക്കിയില്ല. 5 ഊതി ഉണ്ടാവും. 5 ഒന്നും പറ്റില്ലത് മൂപ്പില്ലാത്ത മട്ടനാണല്ലോ. അങ്ങനെ പോയി കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ എന്താ കാര്യം. ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി ഇവിടെ തീർത്താണ്. അതെ അപ്പോൾ ലൈക്ക് ഷെയർ സബ് അങ്ങനത്തെ എന്താ വെച്ചാൽ സെറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു തൻ്റെ പോലെ ഇല്ലാണ്ട് ഒന്നും പറയാനല്ലേ. ഇന്നത്തെ പരീക്ഷണങ്ങളായിട്ട് ഞങ്ങൾ ഇനി വരും. എന്താ പന്നിയെ കിട്ടി നമ്മൾ പന്നീനെ കാണിക്കാൻ പാടില്ല. അതാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നിക്കും. അപ്പോളേ ഈ പരിപാടി ബസ് നിർത്തി സീനാണ്. അപ്പോൾ
സബീടെ ഇറങ്ങി പോവാ. ശരി അങ്ങനെ ഇവിടെ എല്ലാരും പോകും, ഈ ഫോട്ടത്തിൽ കണ്ടവരൊക്കെ പോക്കും.